സഹകരണ പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നും നിർത്തിവെച്ച DAയും മറ്റ് ആനുകൂല്യങ്ങളും അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള കോ-ഓപ്പറേറ്റീവ് സർവീസ് സഹകരണ പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ പെൻഷൻകാർ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. മുൻ MLAയും CITU സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ V. ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. 1500 കോടിയോളം രൂപ നമ്മുടെ പെൻഷൻ ബോർഡിൽ ഉണ്ട് എന്ന് കേട്ടാൽ സ്വാഭാവികമായും അത് വളരെ സേഫായിട്ടൊരു പൊസിഷനായിട്ടാണ് ആരായാലും എടുക്കുകയുള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇവിടെ സംസാരിച്ച ആളുകൾ സൂചിപ്പിച്ചത് 25,000 ആളുകളാണ് പെൻഷൻ ബോർഡിൽ ഇപ്പോൾ വന്നിട്ടുള്ളൂ. 90,000-ഓളം വരുന്ന ജീവനക്കാരുണ്ടാവും എന്നാണ് പറയുന്നത്. പെൻഷൻകാരുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുകയും അവരുടെയൊക്കെ പെൻഷൻ നൽകാനുള്ള ബാധ്യത ക്ഷേമ ബോർഡിന് ഉണ്ടാവും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TK ജയൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി KP നൌഷാദ് അലി മുഖ്യ പ്രഭാഷണം നടത്തി. മഞ്ചേരി സർക്കിൾ സഹകരണ യൂണിയൻ പ്രസിഡന്റ് O. സഹദേവൻ, അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി K. കുഞ്ഞിക്കണ്ണൻ, ജില്ലാ സെക്രട്ടറി P. അഹമ്മദ് കുട്ടി, ജില്ലാ വൈസ് പ്രസിഡന്റ് KM സരള, KCEF ജില്ലാ പ്രസിഡന്റ് K. രാമദാസൻ, KCEU ജില്ലാ സെക്രട്ടറി N. ഭാഗ്യനാഥ്, N. ഷൌക്കത്ത് അലി എന്നിവർ സംസാരിച്ചു. ഗോപി പുറത്തൂർ നന്ദി പറഞ്ഞു. ടൗൺഹാൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.